ഇനി ഒരു 3 ദിവസം, അതായത് ഒക്ടോബർ 2-ന് ജോക്കർ 2 റിലീസ് ആവാണ്. ജോക്കർ ഫോലിയേഡു. ജോക്കർ 2-നേക്കുള്ള പ്രതീക്ഷയെ പറ്റി ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ജോക്കർ 1 എന്ന ആ ഒരു സിനിമ എനിക്ക് എന്തായിരുന്നു ഞാൻ പറയേണ്ടി വരും. 2019-ലാണ് ടോഡ് ഫിലിപ്സിന്റെ ജോക്കർ 1 റിലീസ് ആവുന്നത്. ആ സമയത്ത് ഞാൻ സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷെ കണ്ടുകൊണ്ടിരുന്ന സിനിമകൾ എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ സിനിമകൾ, അതേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകൾ, അതിനേക്കാളും പ്രധാനമായിട്ടും മാർവൽ സൂപ്പർ ഹീറോ മൂവീസ്. സോ ഞാൻ ആ ഒരു സമയത്ത് എക്സ്പോസ് ആയ സിനിമകളെല്ലാം തന്നെ ഒരു ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ പോകുന്ന പടങ്ങളായിരുന്നു. ജോക്കറിന്റെ സിനിമ എന്ന് പറയാൻ വേണ്ടി ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ആകെ നമ്മുടെ നോളന്റെ ഡാർക്ക് നൈറ്റ് മാത്രമാണ്. അതും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ടിപ്പിക്കൽ സൂപ്പർ ഹീറോ മൂവി തന്നെയാണ്. അങ്ങനെയാണ് ജോക്കർ എന്ന ഈ ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കാണാൻ തീരുമാനിക്കുന്നത്. തൃശ്ശൂർ ഐനോക്സിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ എന്നോട് ഐ ഡി ചോദിച്ചു. എനിക്കുണ്ടോ ഐ ഡി ഇരിക്കുന്നു. എനിക്ക് പ്രായമായില്ലായിരുന്നു, അവനെനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം നേരെ ഞാൻ പാലക്കാട് വന്നിട്ടാണ് ഈ ഒരു പടം കാണുന്നത്. അങ്ങനെ ഒരു പടം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പടം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഐ വാസ് ലൈക്ക്, ഞാൻ ഇങ്ങനെ ഒരു സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ശരിയാണ്, ഞാൻ ആ സമയത്ത് അധികം സിനിമകൾ കണ്ടിട്ടില്ല. എങ്കിൽ പോലും സൂപ്പർ ഹീറോ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു യൂഷ്വൽ സൂപ്പർ ഹീറോ സിനിമകൾക്കുള്ള ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ഞാൻ കണ്ടില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ആക്ഷൻ സീക്വൻസുകൾ, വൈബ്രന്റ് ആയിട്ടുള്ള ഫ്ലാഷി കളേഴ്സ്, വിഷ്വൽസ്, മനുഷ്യരാശിയുടെ ആ ഒരു നിലനിൽപ്പിന്റെ ആ ഒരു ഹൈ സ്റ്റേക്സ്, അല്ലെങ്കിൽ പല വേറെ കുറെ സൂപ്പർ ഹീറോസ്, അതൊന്നും എനിക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റിയില്ല. ഒരുപക്ഷെ അതിനോടൊക്കെ ഞാൻ കണ്ട എല്ലാം ഏതാണ്ട് ഒരേപോലെ വന്ന് എനിക്ക് തന്നെ ഒരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം. ഫോർ സം റീസൺ ദിസ് വാസ് കംപ്ലീറ്റ്ലി ന്യൂ ഫോർ മീ. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര സെൽഫിഷ് ആയിരുന്നു, പേഴ്സണൽ ആയിരുന്നു. ആ ലോകത്തിന് എന്ത് സംഭവിക്കുന്നു, അവന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തെല്ലാം സംഭവിക്കുന്നു, ഇതൊന്നും എനിക്ക് വിഷയമായിരുന്നില്ല. ഐ നെവർ ഈവൻ കെയർഡ് അബൌട്ട് ദ അതേഴ്സ്. അത്രയ്ക്കും പേഴ്സണൽ ആയിരുന്നു, ക്യാരക്ടർ ഓറിയന്റഡ് ആയിരുന്നു ഈ ഒരു സിനിമ. അയൺമാൻ, നോളന്റെ ഡാർക്ക് നൈറ്റ് ട്രയോളജി, അതേപോലെ തന്നെ സാം റീമിന്റെ സ്പൈഡർമാൻ, ഇങ്ങനെ എടുത്തു പറയാൻ കുറച്ചെണ്ണം അല്ലാതെ ബാക്കിയുള്ള 90% സൂപ്പർ ഹീറോ മൂവീസും ഇപ്പൊ ക്യാരക്ടർ ഓറിയന്റഡ് എന്ന് പറയുന്ന ടാഗ്ലൈൻ പോലും ഇല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. കുറെ ക്യാമിയോസ് വരണം, കുറെ കോമഡി കയറണം, ലോകം മൊത്തം ഇല്ലാതാവണം, രക്ഷിക്കണം, അതിൻ്റെ ഇടയ്ക്ക് കുറെ പൊളിറ്റിക്സ് വാരി തേക്കണം എന്ന് പറഞ്ഞ് അവരുണ്ടാക്കിയ ക്യാരക്ടറിനെ അവർ തന്നെ അങ്ങ് കൊല്ലുമായിരുന്നു. അല്ല, ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് ഇതൊന്നും എനിക്ക് അപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഐ ഫെൽ സംതിങ് ഓഫ് അബൌട്ട് ദീസ് മൂവീസ്. അങ്ങനെയാണ് ടോഡ് ഫിലിപ്സിന്റെ ജോക്കർ ഞാൻ കാണുന്നത്. ഒരു തരത്തിലുള്ള ടിപ്പിക്കൽ കൺവെൻഷണൽ പ്ലോട്ട് ഇല്ലാത്ത ഒരേ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ സ്ട്രഗിൾ, ഇറസ്പെക്റ്റീവ് ഓഫ് ഹീസ് ഡൂയിങ് റൈറ്റ് ഓർ റോങ്, നമ്മൾ ആ ഒരു ക്യാരക്ടറുമായിട്ട് എംപത്തൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരധികം പുതിയതായിരുന്നു. ദെൻ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പടത്തിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. അപ്പോഴാണ് ഈ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന മാർട്ടിൻ സ്കോർസെസിയുടെ ടാക്സി ഡ്രൈവറും കിങ് ഓഫ് കോമഡി എല്ലാം ഞാൻ കാണുന്നത്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ സർ മാർട്ടിൻ സ്കോർസെസി എന്ന് പറയുന്ന ഒരു ലെജൻഡറി സംവിധായകനിലേക്കുള്ള എൻ്റെ ഒരു ഗേറ്റ് വേ തുറന്നു തന്നത് ജോക്കർ എന്ന ഈ ഒരു സിനിമയാണ്. സർ മാർട്ടിൻ സ്കോർസെസിയുടെ സിനിമകൾ ഓരോന്നായിട്ട് കണ്ടുവരുന്ന സമയത്താണ് ദ കൈൻഡ് ഓഫ് സിനിമ എക്സിസ്റ്റ് ഔട്ട് ദെയർ എന്ന് പറയുന്ന ഒരു റിയലൈസേഷൻ എനിക്ക് വരുന്നത്. എനിക്ക് സത്യമായിട്ട് അറിയത്തില്ലായിരുന്നു ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകളൊക്കെ അവിടെ ഉണ്ടായിരുന്നെന്ന്. പോപ്പുലർ പോപ്പ് കൾച്ചർ സിനിമകൾ എന്ന് പറയുന്ന ആ ഒരു ഷെല്ലിന്റെ ഉള്ളിൽ നിന്ന് പോകേണ്ട ഒരു സിനിമാറ്റിക് ജേർണി ആയിരുന്നു എൻ്റെ. ബട്ട് സർ മാർട്ടിൻ സ്കോർസെസി തുടങ്ങി ടാരന്റീനോ, സ്റ്റാൻലി കൂബ്രിക്, ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോള, ആൽഫ്രഡ് ഹിച്ചോക്ക്, ബോങ് ജൂൺ ഹോ, റിഡ്ലി സ്കോട്ട്, സ്റ്റീവൻ സ്പീൽബർഗ്, ജോർജ് ലൂക്കസ് എന്നിങ്ങനെ ഒരുപാട് പുതിയ സിനിമകൾ എൻ്റെ മുമ്പിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്ന പല ഫിലിം മേക്കേഴ്സിന്റെയും പല സിനിമകളും ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു വാതിൽ തുറന്നു തന്നത് ജോക്കർ എന്ന ഈ ഒരു സിനിമയാണ്. നൗ ദാറ്റ് ഞാനിപ്പോൾ കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കണ്ട എക്സ്പീരിയൻസിൽ ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ ഒരു ജോക്കർ എടുത്ത് കണ്ട സമയത്ത് അന്ന് കണ്ട അതേ ഫീൽ തന്നെയാണോ എനിക്ക് തന്നേന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല, അതൊരിക്കലും ആവത്തില്ല. കാരണം ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഇവോൾവ് ആവാണ്, നമ്മുടെ ആ ഒരു ടേസ്റ്റും അതിനനുസരിച്ച് ഇവോൾവ് ആകും. റിസൾട്ടിങ് എനിക്ക് ആ രീതിയിലുള്ള കുറച്ച് ക്രിറ്റിസിസം ഇപ്പോൾ ഈ സിനിമയിലുണ്ട്. ബട്ട് ദാറ്റ് ഡസൻ ടേക്ക് അവേ ദ ഫാക്ട് ദാറ്റ് ജോക്കർ 1 വാസ് വെരി പേഴ്സണൽ ഫോർ മീ. അങ്ങനെയായിരുന്നു ജോക്കർ 2-ന്റെ സീക്വലിന്റെ അനൗൺസ്മെന്റ് വരുന്നത്. ടു ബി ഓണസ്റ്റ്, അന്നാണെങ്കിലും ശരി ഇപ്പോഴാണെങ്കിലും ഐ ആം സ്റ്റിൽ സ്കെപ്റ്റിക്കൽ അബൌട്ട് ദിസ് ഡിസിഷൻ. എന്ന് വെച്ച് ഒട്ടും പ്രതീക്ഷിക്കേണ്ടാത്ത ഒരു സിനിമയാണ് എന്നൊരു ലൈൻ അല്ല കേട്ടോ. എനിക്കറിയുന്നില്ല, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല സീക്വലിനകത്ത് അവരെന്താണ് പറയാൻ വേണ്ടി പോകുന്നതെന്ന്. അതിൻ്റെ ഒരു മ്യൂസിക്കൽ സിനിമയാകുന്നും കൂടെ പറഞ്ഞതോടെ ഞാൻ ഒരു സൈഡിലോട്ട് മുക്കാൽ ഭാഗവും ചാഞ്ഞു കഴിഞ്ഞു. ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് മ്യൂസിക്കൽ ഫിലിം. അതാണ് മെയിൻ കാര്യം. ഞാൻ ട്രൈ ചെയ്ത് നോക്കി കാണാൻ വേണ്ടി, പക്ഷേ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമ പറയുകയാണെങ്കിൽ ലാ ലാ ലാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതൊരു ഇൻ ആൻഡ് ഔട്ട് മ്യൂസിക്കൽ സിനിമയാണോ ചോദിക്കുകയാണെങ്കിൽ അല്ല. അതിൽ കുറച്ച് കൂടുതൽ മ്യൂസിക്കൽ എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരു മ്യൂസിക്കൽ ഫിലിം ആവുന്നില്ല. മ്യൂസിക്കിലൂടെ സ്റ്റോറി കൺവേ ചെയ്യാൻ പറ്റുന്ന സിനിമകളെയാണ് മ്യൂസിക്കൽ ഫിലിംസ് എന്ന് പറയുന്നത്. ലാ ലാ ലാൻഡിനകത്ത് അവർ കഥ പറഞ്ഞിരിക്കുന്നത് ഡ്രാമാറ്റിക്കലാണ്. അതിൽ മ്യൂസിക്കൽ എലമെന്റ്സ് അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്തു എന്ന് മാത്രമാണ്. ഒരു കൈൻഡ് ഓഫ് സിനിമാറ്റിക് മ്യൂസിക്കൽ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പ്രോപ്പർ മ്യൂസിക്കലും അല്ല, എന്ന മ്യൂസിക്കലാണ് താനും. ഒരു പ്രോപ്പർ മ്യൂസിക്കൽ സിനിമ കണ്ട് ഡൈജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അതാണ് ജോക്കർ 2 ഫോലിയേഡുവിലേക്കുള്ള എൻ്റെ ഒരു പ്രധാന കൺസേൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആകെ $70 മില്യൺ ബഡ്ജറ്റിലാണ് ഇതിന്റെ ആദ്യ സിനിമ എടുത്തിരിക്കുന്നത്. അതേ ടീം ഇതിന്റെ സീക്വലായിട്ട് വരുന്ന സമയത്ത് $200 മില്യൺ ആണ് ഇതിന്റെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. അത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇവർ എന്ത് തന്നെ അത് ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയാനുള്ളൊരു കൗതുകം എനിക്കുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഡ്യൂൺ 2 എന്ന് പറയുന്ന ഒരു സിനിമ വന്നില്ലേ, ഡെന്നി വില്ലിനോവിന്റെ ഒരു കിടിലം പടമായിരുന്നു. സോ ആ ഒരു പടത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആകെ $190 മില്യൺ ആണ്. അതിലും ഒരു $10 മില്യൺ $200 മില്യൺ ഇട്ടിട്ടാണ് ഈ ഒരു പടം എടുത്തിരിക്കുന്നത്. സോ ഒരു സ്കെയിൽ എവിടെ നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ എക്സൈറ്റ് ആവുന്ന ഒരു പാർട്ട് അവിടെയാണ്. അതായത് ഇവർ എന്താണ് ഇതിന് മാത്രം ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നറിയാൻ. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു യൂഷ്വൽ കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോ മൂവി ആയിരിക്കത്തില്ല. അപ്പാർട്ട് ഫ്രം ദ മ്യൂസിക്കൽ നേച്ചർ വാട്ട് ദേ ക്യാൻ ഓഫർ മോർ എന്ന് മാത്രമാണ് ഞാൻ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിനിങ്ങനെ ഒരു വീഡിയോ, നീ എന്തിന് ഇതൊക്കെ വന്ന് ഞങ്ങളോട് പറയുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. ജോക്കർ എന്ന ഒരു സിനിമ എനിക്ക് ഭയങ്കര പേഴ്സണലാണ്. സോ ആ ഒരു കാര്യം ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ.
എനിക്ക് ജോക്കർ എന്ന സിനിമയാണ്. അതേപോലെ നിങ്ങൾക്കത് ഏത് സിനിമയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഓരോരുത്തർക്കും. പറ്റുവാണെങ്കിൽ ആ ഒരു സിനിമയുടെ പേര് മാത്രം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. 2-ാം തീയതി പടം വരും, തീർച്ചയായിട്ടും കാണണം. പടം കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.